നല്ല നേരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഒരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 33 ഒന്നാം വാക്യം. സങ്കീർത്തനം 33 ഒന്നാം വാക്യം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഇത്ര വാക്യം ഈ രാവിലെ ദിവസം നമ്മൾ ധ്യാനിക്കാം. നീതിമാന്മാരെ ഘോഷിച്ചുല്ലസിപ്പിൻ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. നാം യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക, കർത്താവിൽ ഘോഷിച്ചുല്ലസിക്കുക, കർത്താവിൽ നമ്മൾ സന്തോഷിക്കുക. ലോകം തരുന്ന സന്തോഷം ശാശ്വതമല്ല. ഇന്ന് മോടി പിടിപ്പിച്ച ആഭരണങ്ങളും മോടി പിടിപ്പിച്ച ഡ്രസ്സുകളും ഇട്ടുകൊണ്ട് ഞാൻ വലിയ ആണെന്ന് പറഞ്ഞാലും ദൈവം അവിടെയൊക്കെ നിർത്തൽ ചെയ്യുന്നു. താഴ്മയ്ക്ക് ഭക്തിക്കുള്ള പ്രതിഫലം ധനം, മാനം, ജീവനാകുന്നു. ഈ ലോകത്തിൽ അനേകം മോടി പിടിപ്പിച്ച ആചാരണങ്ങളൊക്കെ കാണിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവർ മൗനമായിരിക്കും, മൗനമായി പോകും. കർത്താവിൽ വസിക്കുന്നവർ എന്നേക്ക് ശാശ്വതം. യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക. അനേകർ നമുക്ക് മുൻപാകെ ഉയർന്നു വരുന്നത് കണ്ട് ആസാഫിൻ്റെ സങ്കീർത്തനം 73 പറയുന്നു, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ എന്ന് ആസാഫ് പറയുന്നു. ഇത് എൻ്റെ കാഴ്ചപ്പാടിലും ഇത് തന്നെയാണ്. ഞാനും നോക്കും, ദുഷ്ടന്മാർ പന പോലെ വളർന്നുകൊണ്ട് വരികയാണ്, നീതിമാന്മാരോ അവർക്ക് താഴ്ചയാണ്, അവർക്ക് യാതൊരു ഉയർച്ചയും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ആസാഫിൻ്റെ പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ദൈവം പറയുന്നു, ആസാഫിൻ്റെ ദൈവം നമ്മൾ വിളിക്കുന്ന യേശപ്പച്ചൻ പറയുന്നു, യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, യഹോവയിൽ നിങ്ങൾ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നമ്മൾ സ്തുതി എടുത്താൽ സാത്താൻ ഓടും, സ്തോത്രം പറയൽ സാത്താൻ ഓടും. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതിക്കുന്നത്, നമ്മൾ യഹോവയെ സ്തോത്രം ചെയ്യുന്നത് എത്ര ഉചിതമെന്ന്, എത്ര നല്ലതെന്ന് കർത്താവ് പറയുന്നു. രാവിലെ ദിവസം നമ്മൾക്ക് സ്തോത്രം പറയാം. മറ്റുള്ളവരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരിലൂടെ അസൂയ തോന്നി കർത്താവേ എന്ന് പറഞ്ഞ് അത് കർത്താവിൻ്റെ മേൽ ആ ഭാരം വെച്ചുകൊള്ളുക. നീതിമാന്മാർ ഒരു നാളും കുലുങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നില്ല. അവർ എപ്പോഴും സ്ഥിരമായി അവർ വളർന്നുകൊണ്ട് വരുന്നു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സങ്കീർത്തനം 31 ഒന്നാം വാക്യമായി പറഞ്ഞ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. നമ്മൾ ഘോഷിച്ചുല്ലസിക്കുക, കർത്താവിനെ ഘോഷിക്കുക, ആരാധിക്കുക, വർഷിപ്പ് ചെയ്യുമ്പോൾ ദൈവം വീട്ടിൽ നിന്നാലും പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ അതൊരു വർഷിപ്പാണ് യഹോവയ്ക്ക്. യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്ക് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആമീൻ, ആമീൻ.